ലോകത്ത് വലിയ പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ ലോക നേതാക്കൾ ജനങ്ങളുടെ മുന്നിൽ വന്ന് അവരെ അഭിസംബോധന ചെയ്യും. അതുപോലെ ഇത്തരം കാര്യങ്ങളെക്കുറിച്ചുള്ള സർക്കാരിന്റെ കാഴ്ചപ്പാടുകൾ രാജ്യത്തെ ജനങ്ങൾക്ക് പരിപൂർണമായി വ്യക്തമാക്കി കൊടുക്കും. എന്നാൽ വിശ്വഗുരു മോദി അമേരിക്കയും ഇസ്രയേലും ചേർന്ന് നമ്മുടെ എന്നത്തെയും സുഹൃത് രാജ്യമായിരുന്ന ഇറാനുമേൽ വലിയ ആക്രമണം അഴിച്ചുവിട്ടിട്ട് വാ തുറന്നില്ല. വിശ്വഗുരു അല്ല, സാധാരണ ഏത് രാജ്യത്തിന്റെയും നേതാക്കൾ ഇത്തരം കാര്യങ്ങളിൽ സ്വന്തം ജനങ്ങളെ അഭിസംബോധന ചെയ്ത് കാര്യങ്ങൾ വ്യക്തമാക്കി കൊടുക്കുന്നതാണ്. എന്നാൽ നരേന്ദ്രമോദി പരിപൂർണമായി നിശബ്ദത പാലിക്കുകയാണ് ചെയ്തത്. അമേരിക്കയുടെയും ഇസ്രയേലിന്റെയും മുൻപിൽ സാഷ്ടാംഗം പ്രണമിച്ച് വാലും ചുരുട്ടി കാലിന്റെ ഇടയിൽ വെച്ച് മോദി ഇരുന്നപ്പോൾ ഒരു രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ചെയ്യേണ്ട കാര്യം ശക്തമായി ചെയ്തിരിക്കുകയാണ് കോൺഗ്രസ്. അത് മാത്രവുമല്ല, തങ്ങളുടെ ഇതിനെക്കുറിച്ചുള്ള നയം എന്താണ് എന്ന് നട്ടലോടെ വ്യക്തമാക്കാനും അവർ മടിച്ചില്ല. മോദി ഇറാനും ഇന്ത്യയുമായുള്ള ബന്ധത്തെക്കുറിച്ച് മുൻപ് പറഞ്ഞതും ഇറാന് മേലുള്ള അമേരിക്കയുടെ ആക്രമണത്തെക്കുറിച്ച് കോൺഗ്രസിന്റെ മൊത്തത്തിലുള്ള നിലപാടും കോൺഗ്രസ് പ്രസിഡന്റ് മല്ലികാർജുൻ ഖാർഗെ, പ്രിയങ്ക ഗാന്ധി, പവൻ ഖേര എന്നിവരുടെ ഔദ്യോഗികമായ പ്രതികരണങ്ങളും മുൻപ് അമേരിക്കയിൽ ചെന്നപ്പോൾ ഇറാഖിനെ അമേരിക്ക ആക്രമിച്ചതിനെക്കുറിച്ച് ശക്തനായ വിദ്യാഭ്യാസമുള്ള സാമ്പത്തിക വിദഗ്ധനായ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് അമേരിക്കൻ പാർലമെന്റിൽ പറഞ്ഞതും കേൾക്കുമ്പോഴാണ് ആരാണ് ലോകഗുരു വിശ്വഗുരു എന്ന് നിങ്ങൾക്ക് വ്യക്തമാകും. ഈ കാര്യങ്ങൾ നമുക്ക് അവലോകനം ചെയ്യുകയും കൃത്യമായി മനസ്സിലാക്കുകയും ചെയ്യാം. ചാനൽ ഇഷ്ടപ്പെടുന്ന സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ആദ്യമായി നരേന്ദ്രമോദി ഇന്ത്യയും ഇറാനുമായുള്ള ബന്ധത്തെക്കുറിച്ച് മുൻപ് പറഞ്ഞത് നമുക്ക് കേൾക്കാം. ഇറാനിലെ ടെഹ്റാനിൽ വെച്ച് നരേന്ദ്രമോദി പ്രസംഗിക്കുന്നതാണ് ഇത്. India and Iran are not new friends. Our dosti is as old as history. Through centuries, our societies have stayed connected through art and architecture. ഇന്ത്യയും ഇറാനും പുതിയ സുഹൃത്തുക്കളല്ല. നമ്മുടെ സുഹൃത്ത് ബന്ധം ചരിത്രത്തിന്റെ അത്രയും പുരാതനമാണ്. ഇവിടെ ഫ്രണ്ട്ഷിപ്പ് എന്ന് മോദിക്ക് പറയാമായിരുന്നുവെങ്കിലും ഇംഗ്ലീഷിലുള്ള പ്രസംഗത്തിൽ ദോസ്തി എന്ന ഹിന്ദി വാക്കാണ് ഉപയോഗിക്കുന്നത്. അതുപോലെ ഈസ് ആസ് ഓൾഡ് ആസ് ഹിസ്റ്ററി എന്ന് പറയുന്നത് അതിലും മാനം കെടുത്തുന്ന രീതിയിലാണ് എന്ന് ശ്രദ്ധിച്ചല്ലോ അല്ലേ. ഈജ് ഓൾഡ് ആജ് എന്നാണ് ഈസ് ഓൾഡ് ആസ് എന്നുള്ളതിന് പറയുന്നത്. Our dosti is as old as history. ഈജ് ഓൾഡ് ആജ്. അതൊക്കെ പോകട്ടെ, ഇനി തുടർന്ന് പറയുന്നത് കേൾക്കാം. നൂറ്റാണ്ടുകളായി നമ്മുടെ സമൂഹം ആർട്ടിലും ആർക്കിടെക്ചറിലും കൂടെ ബന്ധപ്പെട്ടിരിക്കുന്നു. ചൈന പാകിസ്ഥാൻ സാമ്പത്തിക ഇടനാഴിയെ പ്രതിരോധിക്കുന്നതിനായി ഇന്ത്യയും ഇറാനുമായി ചാബഹാർ പോർട്ടിൽ സംയുക്തമായി ട്രീറ്റി ഒപ്പിട്ടതുമായി ബന്ധപ്പെട്ടായിരുന്നു മോദി ഇറാനിൽ ചെന്നത്. ഈ അടുത്ത കാലത്ത് അമേരിക്കയുടെ ഭീഷണിയെ തുടർന്ന് അത് ഉപേക്ഷിച്ചു പോവുകയാണ് മോദി ഉണ്ടായത് എന്നുള്ളതാണ് മറ്റൊരു വസ്തുത. അതുപോലെ തന്നെ ഇന്ത്യയെ സാമ്പത്തികമായി വളരെയധികം ബാധിക്കുന്ന ഒരു കാര്യമാണ് ഇറാൻ ഹോർമൂസ് കടലിടനാഴി അടച്ചത്. നമ്മുടെ ഓയിലിന്റെയും ഗ്യാസിന്റെയും മുന്തിയ ശതമാനവും ഈ കടലിടനാഴിയിലൂടെയാണ് കടന്നു പോകുന്നത്. അത് അടച്ചതോടുകൂടി വലിയ പ്രതിസന്ധിയാണ് പ്രത്യേകിച്ചും ഈ യുദ്ധം നീണ്ടുപോയാൽ രാജ്യം നേരിടാൻ പോകുന്നത്. എന്നിട്ടും ഇതിനെക്കുറിച്ച് പ്രതികരിക്കാൻ മോദിക്ക് നട്ടലില്ല. കോൺഗ്രസ് വിദേശകാര്യ മന്ത്രാലയം ഔദ്യോഗികമായാണ് ഇതിനെക്കുറിച്ച് ഒരു രാജ്യത്തിന്റെ വിദേശകാര്യ മന്ത്രാലയം അല്ലെങ്കിൽ പ്രധാനമന്ത്രി ഇറക്കുന്നത് പോലെയുള്ള പ്രസ്താവന ഇറക്കിയത്. യുദ്ധപ്രഖ്യാപനം കൂടാതെ ഒരു മിലിറ്ററി സ്ട്രൈക്ക് വഴി ഇറാന്റെ പരമോന്നത ലീഡർ ഖമേനിയെ ടാർഗറ്റ് ചെയ്തു വധിച്ചത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അസന്നിഗ്ധമായി അപലപിക്കുന്നു. പരമോന്നത നേതാവിന്റെ കുടുംബത്തിനും ഇറാനിലെ ജനങ്ങൾക്കും ലോകമെമ്പാടുമുള്ള ഷിയ വിഭാഗക്കാർക്കും ഈ അത്യധികമായ ദുഃഖത്തിന്റെ നിമിഷത്തിൽ ഞങ്ങൾ ആഴത്തിലുള്ള അനുശോചനം രേഖപ്പെടുത്തുന്നു. ഈ അത്യധികമായ ദുഃഖനിമിഷത്തിലൂടെ അവർ കടന്നു പോകുമ്പോൾ അവരോട് ഐക്യദാർഢ്യം രേഖപ്പെടുത്തി ഞങ്ങൾ നിൽക്കുകയാണ്. ഇന്ത്യൻ ഭരണഘടനയിലെ ആർട്ടിക്കിൾ 51 അനുസരിച്ച് അഭിപ്രായ വ്യത്യാസങ്ങൾ സമാധാനപരമായ ചർച്ചയിലൂടെയും ഇന്റർനാഷണൽ നിയമങ്ങൾ പാലിച്ചും പരിഹരിക്കണം എന്നുള്ളതിലാണ് ഇന്ത്യയുടെ ഫോറിൻ പോളിസി ഉറച്ചു നിൽക്കുന്നത്. ഈ തത്വങ്ങൾ സ്വയംഭരണ, തുല്യത, ബാഹ്യശക്തികൾ ഇടപെടാതിരിക്കുക, സമാധാനത്തെ പ്രോത്സാഹിപ്പിക്കുക
എന്നിവ ഇന്ത്യയുടെ സിവിലൈസേഷൻ മൂല്യങ്ങളുടെ അടിസ്ഥാന ശിലയാണ്. ഇതിന്റെ അടിസ്ഥാനത്തിൽ വെസ്റ്റ് ഏഷ്യയിലെ ഇപ്പോഴത്തെ സംഘർഷങ്ങൾ, വസുദൈവ കുടുംബകം, മഹാത്മാഗാന്ധിയുടെ അഹിംസാ തത്വങ്ങൾ, പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിന്റെ ചേരിചേരാ നയം എന്നിവയ്ക്ക് പരിപൂർണ വിരുദ്ധമാണ്. ഇപ്പോൾ ഇറാനിലും മുൻപ് വെനസ്വേലയിലും നടന്നതുപോലെ ശക്തി ഉപയോഗിച്ച് ഒരു സ്വയംഭരണ രാജ്യത്തിന്റെ ഭരണത്തെ അട്ടിമറിക്കാൻ ശ്രമിക്കുന്നത് രാജ്യഭരണങ്ങളെ അട്ടിമറിക്കുന്ന നിർബന്ധിത ഏകപക്ഷീയതയുടെ അലോസരമുണ്ടാക്കുന്ന പുനരുജ്ജീവനമാണ്. രാജ്യാന്തര നിയമങ്ങളുടെ ലംഘനമാണ് ഒരു രാജ്യത്തിന്റെ തലവനെ ലക്ഷ്യം വെച്ച് കൊലപ്പെടുത്തുന്നത്. ഓരോ രാജ്യങ്ങളുടെയും ജനങ്ങൾക്ക് അവരുടെ രാഷ്ട്രീയ ഭാവി നിർണ്ണയിക്കാനുള്ള അവകാശമുണ്ടോ എന്ന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഊന്നി പറയുകയാണ്. ഒരു ബാഹ്യശക്തികൾക്കും മറ്റൊരു രാജ്യത്തെ ഭരണത്തെ അട്ടിമറിക്കാനോ മറ്റൊരു രാജ്യത്തിന്റെ നേതാവാരെന്ന് പ്രഖ്യാപിക്കാനോ അവകാശമില്ല. ഇത്തരം പ്രവൃത്തികൾ സാമ്രാജ്യത്വ നയങ്ങളും നിയമത്തെ അടിസ്ഥാനമാക്കിയുള്ള അന്താരാഷ്ട്ര ക്രമത്തിന്റെ പരിപൂർണമായ ലംഘനവുമാണ്. എത്ര ശക്തമായ വ്യക്തമായ സ്റ്റേറ്റ്മെന്റ് ആണ് കോൺഗ്രസ് നടത്തിയത് എന്ന് ഓർക്കണം. ഒരു രാജ്യം ഭരിക്കുന്നത് ആരെന്ന് തീരുമാനിക്കാനോ ഒരു രാജ്യത്തിന്റെ ഭരണത്തലവനെ ടാർഗറ്റ് ചെയ്തു കൊല്ലാനോ മറ്റൊരു രാജ്യങ്ങൾക്കും അവകാശമില്ല എന്ന് വസ്തുനിഷ്ഠാപരമായി പറയുകയാണ്. അമേരിക്കയുടെയും ഇസ്രയേലിന്റെയും ഇറാന് മേലുള്ള ഈ ആക്രമണം പൂർണ്ണമായി നിയമവിരുദ്ധവും അന്താരാഷ്ട്ര നിയമങ്ങൾക്ക് എതിരുമാണ് എന്ന് പറയേണ്ടത് ഇന്ത്യയാണ്, ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ്. പക്ഷേ അയാൾക്ക് നട്ടലില്ല, വിവേകമില്ല. ഇത് പങ്കുവച്ചുകൊണ്ട് കോൺഗ്രസ് പ്രസിഡന്റ് മല്ലികാർജുൻ ഖാർഗെ എക്സിൽ കുറിച്ചതാണ് ഇത്. അദ്ദേഹം ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഈ സ്റ്റേറ്റ്മെന്റിൽ പറഞ്ഞിരിക്കുന്ന അതേ കാര്യങ്ങൾ തന്നെയാണ്. അതായത് ഔദ്യോഗികമായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റാണ് ഈ സ്റ്റേറ്റ്മെന്റ് ഇറക്കിയിരിക്കുന്നത്. അതുപോലെ തന്നെ കോൺഗ്രസിന്റെ ഫോറിൻ അഫയേഴ്സ് വിഭാഗവും ഈ സ്റ്റേറ്റ്മെന്റ് ഔദ്യോഗികമായി പുറത്തുവിട്ടിട്ടുണ്ട്. മോദിക്ക് ഒന്നും സംസാരിക്കാൻ നട്ടലില്ലാത്തപ്പോൾ, അതിനുള്ള വിവേകമില്ലാത്തപ്പോൾ ഡോക്ടർ മൻമോഹൻ സിംഗ് അമേരിക്കയിൽ ചെന്ന് അമേരിക്കൻ പ്രസിഡന്റിനെ മുന്നിൽ നിർത്തി ഇറാഖിനെതിരെ അമേരിക്ക ആക്രമണം നടത്തിയത് തെറ്റാണ് എന്ന് ശക്തമായി പറയുന്നത് കേട്ടുകൊള്ളൂ. As far as the invasion of Iraq is concerned, it was our sincere view that it was a mistake. ഇന്ത്യയിലിരുന്ന് ഒന്നും പറയാൻ പോലും മോദിക്ക് ധൈര്യമില്ലാത്തപ്പോഴാണ് മൻമോഹൻ സിംഗ് അമേരിക്കയിൽ നേരിട്ട് എന്ന് തുറന്ന് സംസാരിക്കുന്നത്. അദ്ദേഹം ശക്തമായി പറയുകയാണ് ഇറാഖിനെതിരായ ആക്രമണം തെറ്റായിരുന്നു, അതൊരു മിസ്റ്റേക്ക് ആയിരുന്നു എന്ന്. ഇത് കേട്ട് അമേരിക്കക്കാർ ഉൾപ്പെടെയുള്ളവർ കൈയടിച്ചു എന്നുള്ളതാണ് മറ്റൊരു കാര്യം. ശക്തരായ നേതാക്കൾ ശക്തമായ വാക്കുകൾ തൻ്റെ ഇടത്തോടെ പറയുമ്പോൾ ഏവരും കൈയടിച്ചു പോകും. വയനാട് MP പ്രിയങ്ക ഗാന്ധിയും വളരെ ശക്തമായാണ് ഇതിനെതിരെ പ്രതികരിച്ചത്. പ്രിയങ്ക ഗാന്ധി എത്ര ശക്തമായ ഭാഷയാണ് ഉപയോഗിച്ചിരിക്കുന്നത് എന്നുള്ളത് ശ്രദ്ധിക്കാൻ മറക്കരുത്. ജനാധിപത്യ ലോകത്തിന്റെ നേതാക്കൾ എന്ന് സ്വയം അവകാശപ്പെടുന്ന ആളുകൾ ഒരു സ്വയംഭരണ രാജ്യത്തിന്റെ നേതാവിനെ ലക്ഷ്യം വെച്ച് കൊലപ്പെടുത്തുകയും എണ്ണമറ്റ നിരപരാധികളായ ആളുകളെ കൊലപ്പെടുത്തുകയും ചെയ്തത് വെറുപ്പുളവാക്കുന്നതും വളരെ നിന്ദനീയമായതുമാണ്. എന്തൊക്കെ കാരണമുണ്ട് എന്ന് ന്യായീകരിച്ചാലും വളരെയേറെ രാജ്യങ്ങൾ ഇതിലേക്ക് വലിച്ചിഴക്കപ്പെട്ടത് വലിയ ദുരന്തമാണ്. ലോകത്തിനാവശ്യം സമാധാനമാണ്, അല്ലാതെ അനാവശ്യമായ യുദ്ധങ്ങളല്ല. ഇതിന് കാരണക്കാരായവർ ഒരു കണ്ണിന് പകരം മറ്റൊരു കണ്ണ് എന്നുള്ളത് ലോകത്തെ മൊത്തം അന്തരാക്കും എന്നുള്ള മഹാത്മാഗാന്ധിയുടെ വാക്കുകൾ ഓർക്കുന്നത് നന്നായിരിക്കും. ഇസ്രയേലിന്റെ പ്രധാനമന്ത്രിയുടെയും പ്രസിഡന്റ് ട്രംപിന്റെയും മുൻപിൽ മുട്ടുകുത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇതുവഴി ബാധിതരായ എല്ലാ ഇന്ത്യക്കാരെയും സുരക്ഷിതമായി തിരിച്ചു കൊണ്ടുവരുന്നതിനുള്ള എല്ലാ ശ്രമവും നടത്തുമെന്ന് പ്രത്യാശിക്കുകയാണ്. നാണംകെട്ട മോദി ഇസ്രയേലിൽ ചെന്ന് മുട്ടുമടക്കി തിരിച്ചെത്തി 2ാം ദിവസമാണ് അവർ ഇറാനെ ആക്രമിക്കുന്നത്. അതിനെ പ്രതിപാദിക്കാൻ പ്രിയങ്ക ഗാന്ധി മറന്നില്ല. കോൺഗ്രസ് വക്താവ് പവൻ ഖേര ഇതിനെക്കുറിച്ച് സോഷ്യൽ മീഡിയയിൽ കുറിച്ചത് ഇങ്ങനെയാണ്: ഖൊമേനിയെയും മറ്റ് ഇറാനിയൻ നേതാക്കളെയും ലക്ഷ്യം വെച്ച് കൊലപ്പെടുത്തിയതിൽ മോദി ഗവൺമെന്റ് നിശബ്ദരായിരിക്കുന്നത് വ്യക്തമാക്കുന്നത് ധാർമ്മിക നേതൃത്വത്തിന്റെ അടിയറവ് വയ്ക്കലും അമേരിക്കയ്ക്കും ഇസ്രയേലിനും എതിരായി ചെറുവിരൽ പോലും അനക്കാനുള്ള ചങ്കൂറ്റമില്ലായ്മയുമാണ്. ഇന്ത്യ ഇത്ര നാളും പാലിച്ചു പോന്ന എല്ലാ തത്വങ്ങളുടെയും പരിപൂർണമായ വഞ്ചനയാണ് ഇത്. രാജ്യം ഇത്ര ദുർബലമായി ഒരിക്കലും കണ്ടിട്ടില്ല. സുഹൃത്തുക്കളെ, ഞാൻ ആദ്യം പറഞ്ഞു തുടങ്ങിയതുപോലെ തന്നെ ഇത്തരം പ്രതികരണങ്ങൾ വരേണ്ടിയിരുന്നത് ഭരിക്കുന്നവരിൽ നിന്നായിരുന്നു, രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയിൽ നിന്നായിരുന്നു. എന്നാൽ ഒന്നും സംഭവിച്ചില്ല എന്നുള്ള മട്ടിൽ ഒളിച്ചോടുകയാണ്
അന്തസ്സും നട്ടല്ലുമില്ലാത്ത പ്രധാനമന്ത്രി എന്ന് പറയുന്ന നരേന്ദ്രമോദി ചെയ്തത്? ഇത്തരമൊരാളെ രാജ്യം ഭരിക്കാൻ പോയിട്ട് ഒരു വാട്സാപ്പ് ഗ്രൂപ്പിന്റെ അഡ്മിൻ ആക്കാൻ പോലും കൊള്ളുകയില്ല എന്നുള്ളത് രാജ്യത്തെ ജനങ്ങൾക്കെല്ലാവർക്കും ബോധ്യമായി കഴിഞ്ഞു. ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്?